ആലപ്പുഴയിൽ ചികിത്സയിൽ കഴിയുന്ന നവജാത ശിശുവിനെ വിദഗ്ധ സംഘം സന്ദർശിച്ചു. SAT ആശുപത്രി ജനറ്റിക്സ് വിഭാഗ മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുഞ്ഞിനെ സന്ദർശിച്ചത്. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തിയത്. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, വിദഗ്ധ സംഘം ആ കുഞ്ഞിനെ സന്ദർശിച്ചു. അതിനുശേഷം അവരെന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്താണ് ഡോക്ടർമാർ പറയുന്നത്? സൈഫുദ്ദീൻ, അണുബാധയെ തുടർന്ന് ഓക്സിജന്റെ ലെവൽ താഴുകയും കുട്ടി ഗുരുതരാവസ്ഥയിലാകുകയും ചെയ്തതിനെ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ വെന്റിലേറ്ററിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം വിദഗ്ധ സംഘത്തെ വിവരം അറിയിക്കുകയായിരുന്നു. കാരണം ആരോഗ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചിരുന്ന വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ചികിത്സ നടന്നിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടിയുടെ അവസ്ഥ വിദഗ്ധ സംഘത്തെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുഞ്ഞിനെ SAT ആശുപത്രിയിലെ ജനറ്റിക്സ് വിഭാഗ മേധാവി VH ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് എത്തിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു GS, അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർ ബിന്ദുഷ, അതോടൊപ്പം തന്നെ ഡോക്ടർ രാഹുൽ എന്നിവരാണ് സന്ദർശിച്ചത്. ഇവർ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച ചെയ്തതിനു ശേഷം തുടർ ചികിത്സ നിർദ്ദേശിച്ചതിനു ശേഷം മടങ്ങി എന്നാണ് അറിയുന്നത്. ഏതായാലും 72 മണിക്കൂർ കാത്തിരിക്കണം എന്ന് ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള നിർണായകമായ ചില മണിക്കൂറുകളാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മണിക്കൂറുകൾ കൂടി നിരീക്ഷിച്ച ശേഷം എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നിടത്താണ് ഡോക്ടർമാരുള്ളത്. ഏതായാലും വിദഗ്ധ സംഘത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സയാകും ഇനി തുടരുക. സൈഫുദ്ദീൻ.